നന്നായി പഠിച്ചിട്ടും നല്ല ആഴത്തിലുള്ള അറിവ് നേടിയിട്ടും പലപ്പോഴും നിങ്ങൾക്ക് ഡിഗ്രി മെയിൻസ് എക്സാമിൽ നെഗറ്റീവ് മാർക്ക് അടിച്ചടിച്ച് റാങ്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ അതിനുള്ള സൊല്യൂഷനാണ്. ഒരു ക്രാഷ് കോഴ്സ് പോലെ 9 പ്രധാനപ്പെട്ട ടെക്നിക്സ് ഉപയോഗിച്ച് മെയിൻസ് പരീക്ഷയിൽ നമ്മൾ നെഗറ്റീവ് മാർക്കിനെ മാക്സിമം കുറച്ചുകൊണ്ട് വന്ന് ടോപ്പ് റാങ്ക് അടിക്കാൻ പോവുകയാണ്. ഇവിടെ നെഗറ്റീവ് മാർക്ക് പൂർണ്ണമായും എലിമിനേറ്റ് ചെയ്യാം, അതാണ് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല, അതൊരിക്കലും നടക്കില്ല. കുറച്ച് നെഗറ്റീവ് മാർക്കൊക്കെ വരും, പക്ഷെ നമ്മുടെ റാങ്കിനെ മോശമായിട്ട് ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ നെഗറ്റീവ് മാർക്കിനെ എങ്ങനെ കുറയ്ക്കാം എന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിന് 1 മാർക്കിന്റെ വ്യത്യാസത്തിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ജോലി നഷ്ടമാവുന്നത്. അതിന് നഷ്ടമാവാൻ പാടില്ല. കാര്യം പ്രിലിംസ് പോലെയല്ല, മെയിൻസ് എക്സാം എന്ന് പറയുമ്പോൾ അവിടെ പ്രസൻസ് ഓഫ് മൈൻഡ്, മനസാന്നിധ്യത്തിന്റെ ഒരു ആവശ്യകത കുറച്ച് കൂടുതലാണ്. പിന്നെ പറയുന്ന 9 കാര്യങ്ങൾ അത് കട്ടയ്ക്ക് അങ്ങോട്ട് ഫോളോ ചെയ്യുക, നെഗറ്റീവ് മാർക്ക് നന്നായിട്ട് കുറയ്ക്കുക, അടിപൊളിയായി പഠിക്കുക. നമ്മുടെ ടെലിഗ്രാം ചാനലിലെ മെമ്പേഴ്സ് ആവുള്ളൂ. ഡെയിലി രാവിലെ തരുന്ന മോക്ക് ടെസ്റ്റിൽ ഈ പറയുന്ന ടെക്നിക്സ് യൂസ് ചെയ്ത് നിങ്ങളൊന്ന് പരീക്ഷ നടത്തി നോക്കണം. നിങ്ങളുടെ മാർക്ക് കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഡിഗ്രി മെയിൻസ് എക്സാമിന് കട്ടയ്ക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഫ്രീ സ്ട്രാറ്റജി വീഡിയോസ് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ഈ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ആദ്യമായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം അശ്രദ്ധയെ പറ്റിയാണ്. അശ്രദ്ധ പലപ്പോഴും നിങ്ങൾ കറക്റ്റ് ആൻസർ കണ്ടെത്തും, പക്ഷെ കണ്ടെത്തുന്ന ആൻസർ OMR ഷീറ്റിലേക്ക് എടുത്ത് എഴുതി കറപ്പിക്കുമ്പോൾ അത് തെറ്റിപ്പോവും. എക്ക് വരെ കുത്തുന്നത് B ആയിരിക്കും. ഈ അശ്രദ്ധയാണ് പലപ്പോഴും നിങ്ങളുടെ മാർക്കിനെ കാർന്ന് തിന്നുന്നത്. പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ്. അവിടെ ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ ഓരോ പ്രശ്നത്തിലുള്ള സൊല്യൂഷൻ നമ്മൾ കൃത്യമായിട്ടും പറഞ്ഞു പോകും. ചില ആൾക്കാരുടെ അശ്രദ്ധ എന്ന് പറയുന്നത് ചോദ്യം കൃത്യമായിട്ട് വായിച്ചു നോക്കാതെ ആൻസർ ചെയ്യും, അല്ലെ? അല്ലെങ്കിൽ ചോദ്യത്തിന്റെ നമ്പർ മാറ്റി കറപ്പിക്കും. ഇത്തരം അശ്രദ്ധകൾ ഫസ്റ്റ് നമുക്ക് മാറ്റണം. ഇവിടെ പറ്റിയ മാർഗം എന്താണെന്ന് അറിയോ? വിഷ്വലൈസേഷൻ ചെയ്യുന്നതാണ്. പല ആൾക്കാർക്ക് ഇതൊരു ഇൻസെക്യൂരിറ്റിയാണ്. അയ്യോ, എനിക്ക് അശ്രദ്ധ കാരണം ആൻസർ കുത്തുന്ന മാറിപ്പോകും. അവരുടെ കോൺഫിഡൻസിനെ പോലും ഇത് ബാധിക്കും. അത് ഇവൻച്വലി അവരുടെ റാങ്കിനെ മാർക്കിനെ ഒക്കെ ബാധിക്കും. ഇത് നമ്മൾ ഇപ്പൊ സോൾവ് ചെയ്യാൻ പോകും. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ണടച്ചിരുന്നുകൊണ്ട് കുറച്ച് സെക്കൻഡ് സമയം ഈ അശ്രദ്ധ നിങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. പിന്നെ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം, എന്റെ മൈൻഡ് എക്സ്ട്രീംലി ഷാർപ്പാണ്. എനിക്ക് അശ്രദ്ധ കാരണം 1 മാർക്ക് പോലും ഈ വരാൻ പോകുന്ന മെയിൻസ് പരീക്ഷയിൽ നഷ്ടമാവില്ല. പ്രസന്റ് ടെൻസ് തന്നെ പറയുന്നത് നഷ്ടമാവില്ല എന്ന മൈൻഡിന്റെ അടുത്ത് 10 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞേ. എന്നിട്ട് ഇതിന് ക്ലാസ് 5 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യണം. ഈ അശ്രദ്ധ എന്ന് പറയുന്നത് ഫോക്കസ് ഇല്ലാത്തൊരു മൈൻഡിൽ മാത്രമേ തഴച്ച് വളരത്തുള്ളൂ. നിങ്ങൾ നല്ല ഫോക്കസ്ഡ് ആണ്, കൃത്യമായിട്ട് മെഡിറ്റേറ്റ് ചെയ്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ അശ്രദ്ധയൊന്നും കാണത്തില്ല. ഇതിനോടൊപ്പം ചേർത്ത് ഞാൻ താഴോട്ട് പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ മാറും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, പലപ്പോഴും നമുക്ക് തെറ്റ് പറ്റുന്നത് എന്താണെന്നറിയോ? നെഗറ്റീവ് മാർക്ക് കൂടുതൽ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് ഇൻകറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാനായിരിക്കും, പക്ഷെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന റൈറ്റ് ഓപ്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ റൈറ്റ് ഓപ്ഷൻ ആയിരിക്കും, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഇൻകറക്റ്റ് ഓപ്ഷൻ ആയിരിക്കും. സോ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ ടെക്നിക്ക് പറഞ്ഞല്ലോ, 1ാമത്തെ ടെക്നിക്ക് ഞാൻ പറഞ്ഞു. ഇത് 2ാമത്തെ ടെക്നിക്കിലേക്കാണ് പോകാൻ പോകുന്നത്. 2ാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചോദ്യം കൈ കിട്ടുമ്പോൾ അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് വിട്ട് വെക്കണം. അതിനുശേഷം മാത്രമേ ചോദ്യം ബാക്കി വായിക്കാൻ തുടങ്ങാവൂ. സിവിൽ സർവീസ് പ്രിലിംസിനകത്താണെങ്കിൽ UPSC ആണെങ്കിൽ അവര് ഇത് ബോൾഡ് ലെറ്റേഴ്സ് കൊടുക്കും. റൈറ്റ് അല്ലെങ്കിൽ റോങ്, കറക്റ്റ്, ഇൻകറക്റ്റ്, ബോൾഡ് ലെറ്റേഴ്സ് കൊടുക്കും, കണ്ണിപ്പെടും. പക്ഷെ PSC ഇത് ചെയ്യാറില്ല. അവർ നമ്മൾ വട്ടമിട്ടങ്ങ് വെക്കാം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വട്ടമിടാൻ ഇൻവിജിലേറ്റർ സമ്മതിച്ചിട്ടില്ല. പക്ഷെ ഇത് ശ്രദ്ധിക്കുക, ഈ ഒരു സംഭവം ശ്രദ്ധിക്കുക. ഇത് വെച്ചതിന് ശേഷം മാത്രം ചോദ്യം അനലൈസ് ചെയ്യുക. ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം PSC വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്, അല്ലെ? 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതിനകത്ത് തെറ്റ് ഏതെന്നാ ചോദ്യം. അപ്പൊ നിങ്ങൾ ഇത് വായിക്കാതെ ചോദ്യം വായിക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇത് ശരിയാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നിങ്ങൾ A എന്നൊരു ഓപ്ഷൻ കൊടുത്തു. അങ്ങനെ തെറ്റാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പിന്നെ നോക്കുമ്പോഴത്തേക്കും B വായിക്കുമ്പോൾ അതും ശരിയാണല്ലോ. C ആണ് ഇതിനകത്ത് ആക്ച്വലി തെറ്റായിട്ടുള്ള ഓപ്ഷൻ, അല്ലേ? നമ്മൾ പണ്ട് ചാനൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞാലും വിട്ട് വെക്കുന്ന പരിപാടി നിർത്തരുത്. ഇത് കേൾക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ എക്സാം ഹോളിൽ ആ കുറഞ്ഞ സമയത്തുള്ളത് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം, അല്ലെ? 2ാമത്തെ ടെക്നിക്ക് വിട്ട് വെക്കുന്നതാണ്, അല്ലെ? നമുക്ക് 3ാമത്തെ ടെക്നിക്കിലേക്ക് പോകാം. 3ാമത്തെ ടെക്നിക്ക്, നമ്മൾ എപ്പോഴും പരീക്ഷാ ഹാളിൽ ശ്രമിക്കുന്നത് ശരിയുത്തരം കണ്ടെത്തുക, അല്ലെ? ശരിയുത്തരം കണ്ടെത്തുക, ശരിയുത്തരം എടുത്ത് എഴുതുക. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന റോങ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഒരു ചോദ്യത്തിൽ 4 ഓപ്ഷനാണ്, അതിൽ 3 എണ്ണം തെറ്റ്, 1 എണ്ണം ശരിയാണ്. അപ്പോ ചോദ്യപേപ്പറിൽ ഏറ്റവും കൂടുതലുള്ള സംഭവം എന്താണ്? 75% കാര്യം തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ശരിയായിട്ടുള്ള ഓപ്ഷൻ 25% ഉള്ളൂ. അപ്പൊ ഈ കൂട്ടത്തിൽ കണ്ടെത്താൻ എളുപ്പം ശരിയാണോ തെറ്റാണോ? റോങ് സ്റ്റേറ്റ്മെന്റ്സ് കണ്ടെത്താൻ എളുപ്പം. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രമിക്കേണ്ടത് റൈറ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനല്ല, റോങ് സ്റ്റേറ്റ്മെന്റ്സ് കണ്ടെത്താനാണ്. ഇതിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്, ഞാൻ താഴെ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം എടുക്കുക.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്? വട്ടമിട്ട് വെച്ചു അല്ലെ. മൂന്നാമത്തെ ടെക്നിക്കാണ് പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കണേ. വട്ടമിട്ട് വെച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് ലോയെ പറ്റി ശരിയായിട്ടുള്ള പ്രസ്താവനയുണ്ട്. നിങ്ങളിത് പഠിച്ചിട്ടില്ല തന്നെ സങ്കല്പിക്കുക. പക്ഷേ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 നോക്കിയാൽ അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഈസ് ട്രീറ്റഡ് ആസ് ധർമ്മ ആസ് ഇറ്റ് ഹെൽപ്സ് ടു ലീഡ് ദ സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത് ഓഫ് സൊസൈറ്റി. കേട്ടിട്ടില്ല. അടുത്ത ചോദ്യത്തിലേക്ക് സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ഇത് ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് അറിയത്തില്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഈസ് ഇൻ ഫേവർ ഫോർ കോൺസെപ്റ്റ് ഓഫ് ഗ്രോത്ത് വിത്ത് ലിബർട്ടി ഫോർ മേക്കിംഗ് സൊസൈറ്റി ആസ് സിവിലൈസ്ഡ്. വായിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്ന പോലും ഇല്ല. വിട്ടേക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേഷൻ മീൻസ് ഭരണം, ലോ മീൻസ് നിയമം. ഭരണത്തിന്റെ നിയമം എന്നുള്ള കാര്യം മനസ്സിലായി അല്ലെ. അപ്പം തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് administrative law does not have any role in private sector as administrative law is not treated as means to an end. ഇത് എന്ത് തേങ്ങയെ പറയുന്നത്? ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും തെറ്റാന്ന് ഊഹിക്കാൻ പറ്റും. കാര്യം പ്രൈവറ്റ് സെക്ടറിലും ഭരണമുണ്ട്, നിയമമുണ്ട്. അപ്പൊ അവിടെ ഭരണത്തിനെ സംബന്ധിക്കുന്ന നിയമം ഒരു റോളും, നോ റോൾ ഹാവ് എനി റോൾ, ഒരു റോളും ഒരു 1% പോലും ഇല്ലെന്ന് പറയുന്നത്. അപ്പൊ ഈ കൂട്ടത്തിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 100% ഉറപ്പുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാ? തേർഡ് സ്റ്റേറ്റ്മെന്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ തന്നെ ഓപ്ഷൻ സി എലിമിനേറ്റ് ചെയ്യാം, ബി എലിമിനേറ്റ് ചെയ്യാം, ഒറ്റയടിക്ക് എയിലേക്ക് എത്താം. ഇവിടെ നിങ്ങൾ ശരി ഉത്തരം തേടി പോകാനാണ് ശ്രമിച്ചിരുന്നതെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കത്തുള്ളൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കും, അത് ശരിയാണോ തെറ്റാണോ എന്ന് ഇങ്ങനെ കുത്തിക്കൂലം കഷ്ടപ്പെട്ട് ആലോചിക്കുന്നതിന്റെ ആവശ്യമില്ല. തേർഡ് സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോഴേ നമുക്കറിയാം തെറ്റാന്നുള്ളത്. അപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റക്കായിട്ട് നിൽക്കാതെ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. ഈ രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് നമുക്ക് നല്ല രീതിയിൽ കുറച്ചുകൊണ്ട് വരാം. പക്ഷെ നിങ്ങൾ ശ്രമിക്കേണ്ടത് നെഗറ്റീവ് മാർക്ക് എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കില്ല. കുറച്ച് നെഗറ്റീവ് മാർക്ക് വന്നോട്ടെ, കുഴപ്പമില്ല. ഒരു 100 ചോദ്യം അറ്റൻഡ് ചെയ്തെങ്കിൽ 10 നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല. 90 ചോദ്യങ്ങൾ ശരിയാണല്ലോ. നമ്മൾ ആ രീതി വേണം ചിന്തിക്കാൻ. നെഗറ്റീവ് മാർക്ക് ഒരിക്കലും 0 ആക്കാൻ പാടില്ല. അത് കുറച്ച് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻ അല്ലേ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നാലാമതായി എനിക്ക് നിങ്ങളുടെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ലെങ്ത് കൂട്ടുന്നില്ല. ഈ ഒരു വീഡിയോ കാണാം. പല ചോദ്യത്തിനും ചിലപ്പോ എല്ലാ ഓപ്ഷൻസും ശരിയായിരിക്കും, അല്ലെങ്കിൽ എല്ലാ ഓപ്ഷൻസും തെറ്റായിരിക്കും. ആ സമയത്ത് നമുക്ക് നെഗറ്റീവ് മാർക്കുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഏതാണ് ചൂസ് ചെയ്യണമെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണല്ലോ. അപ്പൊ അവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആണ്. അപ്പൊ എങ്ങനെയാണ് തമ്മിൽ ഭേദം തോന്നുന്നത്? 4 ഓപ്ഷൻസ് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും. അപ്പൊ അതിനകത്ത് നമുക്ക് മാർക്ക് നേടിത്തരുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് അടിക്കാത്ത ഓപ്ഷൻ ഏതാണെന്നുള്ളത് കണ്ടെത്തണം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഈ ഒരു വീഡിയോ, ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ ആണ്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. വിശദമായിട്ട് ഓരോരോ ചോദ്യങ്ങൾ എടുത്തു വെച്ച് പറഞ്ഞു ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള 5ാമത്തെ ടെക്നിക്കിലേക്ക് പോവാണേ. സ്മാർട്ടായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ പറ്റും. സ്മാർട്ടായിട്ട് ചിന്തിക്കുക. നമ്മൾ എലിമിനേഷൻ ടെക്നിക്, സ്മാർട്ട് സ്റ്റഡി ഒക്കെ നമ്മൾ നിങ്ങളെ ഫ്രീ ആയിട്ട് ചാനൽ കോച്ചിങ് തന്നിരിക്കുകയാണ്. സ്മാർട്ട് സ്റ്റഡി. ഈ ഒരു ചോദ്യം നോക്കിയാൽ കഴിഞ്ഞ ഡിഗ്രി മെയിൻസിന് ചോദിച്ചത് എന്തൊരു വലിയ ചോദ്യമാണ്. ഒരു പേജിന്റെ പകുതി ഈ ചോദ്യമാണ്. പക്ഷെ നിങ്ങൾ സ്മാർട്ടായിട്ട് ഇതിനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് അടിക്കാതെ ഒറ്റയടിക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഇവിടെ ഞാൻ ഒന്ന് പറയാം. വൈറ്റമിൻ എ, റെറ്റിന മീൻസ് കണ്ണ്, അതൊക്കെ എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ ഈ കൂട്ടത്തില് വൈറ്റമിൻ എയുടെ അഭാവമാണ് നൈറ്റ് ബ്ലൈൻഡ്നസ് ഉണ്ടാകുന്നത് എല്ലാവർക്കും അറിയാം. അത് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള PC ഫാക്ടറാണ്. സോ 1 എന്ന് വെച്ചാൽ 4 ആയിരിക്കും വരിക അല്ലെ. അത് മതി. ആ ഒരു ക്ലൂ നമുക്ക് കിട്ടും. 1, 4 വരുന്ന 2 ഓപ്ഷൻ ബിയും ഡിയും ആണ്. നിങ്ങൾ ഇനി ഇത് കണക്ട് ചെയ്ത് നിൽക്കാൻ പോകരുത്. കാര്യം ഒരു ഒറ്റ ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഓപ്ഷൻസിലോട്ട് പോകണം. അപ്പൊ ഇതിലുണ്ട് പിന്നെ ബിയോ ഡിയോ മാത്രമേ ഉള്ളൂ. അപ്പൊ 1, 4 ആണെങ്കിൽ 4 ആയിരിക്കും. മനസ്സിലായല്ലേ? 1, 4 ആണെങ്കിൽ ഉത്തരം ഒന്നുകിൽ ബി അല്ലെങ്കിൽ ഡി എ വരുള്ളൂ. കാര്യം അതിനകത്താണ് 1, 4 എടുക്കുന്നത്. രണ്ടിനകത്തും ഇതും 4 ആണ്. 4. അപ്പൊ അതിനെ പറ്റി വായിച്ച് നോക്കി സമയം കളയണ്ട. ഇത് നോക്കിയേ, 2, 3, 3 രണ്ടിലും 2, 3, 3 ആണ്. അപ്പം 2, 3, 3 അതൊന്നും നമ്മളിനി നോക്കണ്ട. ഇനി അടുത്തത് വൈറ്റമിൻ ഇയെ പറ്റിയും കെയെ പറ്റി നോക്കിയാൽ മതി. കെ ക്ലോട്ടിങ് അല്ലെ. വൈറ്റമിൻ കെ ആണ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്നത് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരേ ഒരു ഓപ്ഷനെ കൂടെ ഏതാ? അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ആണ് ഈ മെയിൽ സ്റ്റെറിലിറ്റിയുടെ കാര്യം, അതൊക്കെ നമുക്കറിയാം. അല്ലെങ്കിൽ ഇത് വളരെ ഫേമസ് ആ കെ ക്ലോട്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും പഠിക്കുന്നത് അല്ലെ. അപ്പൊ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. 4, 1 വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ബി ആണ്. ബി. ഇങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ. അല്ലാതെ ചോദ്യം കൈക്കെട്ടി ഉടനെ എല്ലാം മാച്ച് ചെയ്ത് നോക്കിയിട്ടല്ല ഓപ്ഷനിലോട്ട് പോകുന്നത്. ഓപ്ഷൻസിൽ നിന്ന് വേണം ചോദ്യത്തിലേക്ക് തിരിച്ചു വരാൻ. ഇത് നിങ്ങൾ 10 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര സമയം ലാഭിക്കാൻ പറ്റും? സാധാരണഗതിയിൽ ഈ ചോദ്യം ചെയ്യണമെങ്കിൽ 5-10 മിനിറ്റ് വേണം. പക്ഷെ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ 30 സെക്കൻഡ് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. സമയം ലാഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ചോദ്യങ്ങൾ ചെയ്യാൻ കൂടുതൽ സമയം കിട്ടുകയും ടെൻഷൻ കുറഞ്ഞ് എഴുതാൻ പറ്റുകയും നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ പറ്റുകയും ചെയ്യും. സ്മാർട്ടായിട്ട് നിങ്ങൾ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് എടുക്കാൻ പറ്റും. പിന്നെ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ആഴത്തിൽ പഠിക്കുക. ആഴത്തിൽ പഠിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ടെക്നിക്സ് നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ ഈ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസിന് നിങ്ങൾക്ക് ഇതുപോലെ പഴുതടച്ച് പഠിക്കാനാണെങ്കിൽ നമ്മുടെ ചാനലിലെ ഫ്രീ കണ്ടന്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ടെലിഗ്രാം ചാനലിൽ ഡെയിലി ലെവൽ ഫ്രീ മോക്ക് ടെസ്റ്റ് റൺ ചെയ്യുന്നുണ്ട്. ഒരു മെന്റർഷിപ്പ് സഹായത്തോടു കൂടി സിലബസ് അധിഷ്ഠിതമായിട്ട് ഓരോ ടോപ്പിക്കും ഡീപ്പായിട്ട് പഠിക്കുകയും
ഇത്തരം സ്മാർട്ട് വർക്കിന്റെ ഒരു തീവ്രമായ പരിശീലനം, കുറെ കൂടി ഇന്റൻസീവ് ആയിട്ടുള്ള പരിശീലനം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസ് ബാച്ചുകളിലേക്ക് വരാം. ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ കിട്ടും. ഇവിടെ ഡെമോ ക്ലാസ്സുകൾ തരും. നിങ്ങൾ ഡെമോ ക്ലാസ് കൃത്യമായിട്ട് കാണുക. ഞങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. കഴിഞ്ഞ പരീക്ഷയിൽ ഞങ്ങൾ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ തന്നെ ഉചിതമായിട്ടുള്ള ഡിസിഷൻ എടുക്കുക. കാര്യം ഞങ്ങളുടെ ക്ലാസ്സിന്റെ കാര്യത്തിൽ അത്രയും കോൺഫിഡൻസ് ആണ്. അപ്പോൾ ഇനി നമ്മൾ പോകുമ്പോൾ ആറാമത്തെ ടെക്നിക്ക്. ഇനി 6, 7, 8, 9 4 കാര്യങ്ങൾ പറഞ്ഞ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. മോക്ക് ടെസ്റ്റ് എഴുതിക്കണം പിള്ളേരെ. മോക്ക് ടെസ്റ്റ് ഇസ് ദ അൾട്ടിമേറ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അൾട്ടിമേറ്റ് ആണ് മോക്ക് ടെസ്റ്റ്. ഈ നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ടീംസിൽ 99.9% ആൾക്കാർ മോക്ക് ടെസ്റ്റ് എഴുതാത്ത ആൾക്കാരാണ്. നമ്മൾ എത്ര കുട്ടികളെ കാണാം, എത്ര സ്റ്റുഡൻസിനെ കാണാം, എത്ര വർഷമായിട്ട് നമ്മൾ ഫീൽഡുള്ളതാ. കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റ് എഴുതുന്ന ആൾക്കാർ ഈ നെഗറ്റീവ് മാർക്കിനെ പറ്റി പരാതി വരാറില്ല. കാരണം നെഗറ്റീവ് മാർക്ക് നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടെത്തി അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനിങ് ഗ്രൗണ്ടാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. PSCയുടെ മുൻകാല വർഷ ചോദ്യ പേപ്പർ എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്താലും മതി. ഇതിന് നിങ്ങൾ പൈസ കൊടുത്തിട്ട് മോക്ക് ടെസ്റ്റ് ഒക്കെ വായിച്ച് അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ തന്നെത്താൻ ഒരു പേപ്പർ എടുത്ത് വെച്ച് സോൾവ് ചെയ്താലും മതി. പക്ഷെ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നത് കണ്ടെത്തി അത് റിസോൾവ് ചെയ്യണം. ഞാൻ തരുന്നൊരു വാക്ക്, നിങ്ങളൊരു 100 മോക്ക് ടെസ്റ്റ് അതിന്റെ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ ഡിഗ്രി മെയിൻസിന് മുമ്പ് എടുത്തു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും. അതാണ് അതിന്റെ രീതി. നെഗറ്റീവ് മാർക്ക് നിങ്ങളെ പേടിക്കേണ്ട കാര്യമില്ല. നെഗറ്റീവ് മാർക്ക് നിങ്ങളെ ആയിരിക്കും പേടിക്കുക. നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന വിദ്യാർത്ഥിയാണ്. ഇങ്ങനെ മോക്ക് ടെസ്റ്റിനെ പോലെ ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു സംഭവം കോമ്പറ്റേറ്റീവ് എക്സാമിനകത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. PSC തന്നെ മുൻകാല വർഷ ചോദ്യങ്ങൾ എടുത്തു വെച്ച് പഠിച്ചാലും മതി കേട്ടോ. ഇത് വിട്ടുക. ഇത് നല്ല ബോറ് പരിപാടിയാണ് മോക്ക് ടെസ്റ്റ് എന്ന് വെച്ചാൽ. ഒരു പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഭയങ്കര ഇമോഷണലി ബാധിക്കുകയും ചെയ്യും. പക്ഷെ ഇതൊരു യുദ്ധഭൂമിയല്ല മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ജയിക്കാനും നോക്കുന്നത് ഇതൊരു ട്രെയിനിങ് ഗ്രൗണ്ട് മാത്രമാണ്. ആ രീതി നിങ്ങൾ ചെയ്യുക. ഞങ്ങൾ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഉടനെ ഞങ്ങൾ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഞങ്ങളുടെ ബാച്ചിന്റെ ഭാഗമായിട്ട് വീക്ക്ലി മോക്ക് ടെസ്റ്റ് ഓൾറെഡി റണ്ണിങ് ആണ്. ഓക്കെ, ഇനിയാണ് 7ാമത്തെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വന്നത്. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും, ആത്മപരിശോധന. ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും സ്പെഷ്യലാണ്, ഓരോരുത്തരും യുണീക്ക് ആണ്. ഞാൻ ഈ പറഞ്ഞ റീസൺസിലല്ലാതെ ചില മറ്റു പല റീസണും നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു പരീക്ഷാ പേടി കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ കാണാം, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള തോൽവികളുടെ ഒരു ഭയം കാണാം. നിങ്ങളൊന്ന് പരിശോധിക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് വരുന്നുള്ള കാര്യം. ഇനി പറഞ്ഞ ലിസ്റ്റിലില്ലാത്ത മറ്റു പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. അത് നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ എനിക്ക് അടുത്ത വീഡിയോ ആ ടോപ്പിക്കിൽ ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ആൾക്കാരെ കമന്റ് ചെയ്യുന്ന ഇഷ്യൂ നമ്മൾ സോൾവ് ചെയ്യും. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. കമന്റ് ചെയ്താൽ മതി. നിങ്ങൾ ഈ പറഞ്ഞ ലിസ്റ്റിലല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രാറ്റജി വീഡിയോസ് ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് കുറയുന്നത്? നമ്മൾ കൃത്യമായിട്ടുള്ള ആത്മപരിശോധന നടത്തണം. ഇനിയാണ് 8ാമതായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈഗോ ഒഴിവാക്കുക. ഈഗോ ഇപ്പം ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചൊരു ടോപ്പിക്, നിങ്ങളുടെ ഡൊമൈൻ മാത്സ്, ബെസ്റ്റ് എക്സാമിന്റെ മാത്സ്, നിങ്ങൾ നന്നായിട്ട് മാത്സ് പഠിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കും. അപ്പൊ മാത്സിൽ നിന്ന് ഒരു കടുകട്ടി ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് എന്റെ ഈഗോയെ കയറി ചലഞ്ച് ചെയ്യുന്നൊരു ചോദ്യമാണ്. ഇത് ഞാൻ അറ്റൻഡ് ചെയ്തിരിക്കും. ഇത് ആമ്പിള്ളേർക്കാണ് ഈ അനാവശ്യമായിട്ടുള്ള ഈഗോ കൂടുതൽ. പെമ്പിള്ളേർ പിന്നെ സേഫായിട്ട് പ്ലേ ചെയ്യും. ഈ ചോദ്യം ഞാൻ ആൻസർ ചെയ്തിരിക്കുന്നു പറഞ്ഞിട്ട് 10 മിനിറ്റ് അതിന് പുറത്തിരിക്കും. ചിലപ്പോൾ കിട്ടുന്ന ആൻസർ തെറ്റായിരിക്കും, നെഗറ്റീവ് കൂടുകയും ചെയ്യും. ഇത് അത്രത്തോളം ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യം നിങ്ങൾ വിട്ടുകളയാം. ഒരു 5-10 മിനിറ്റ് കൊടുക്കേണ്ട ഒരു ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യണം, നമ്മുടെ അറിവ് യൂസ് ചെയ്യണം. ഇതൊന്നും ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ കിട്ടുന്നുണ്ടെങ്കിൽ വിട്ടുകളയാം. മാത്തമാറ്റിക്സിനകത്താണ് ഈ പ്രശ്നം പ്രധാനമായിട്ട് വരിക. അല്ലെങ്കിൽ എക്കണോമിക്സ് നന്നായിട്ട് പഠിച്ച വിദ്യാർത്ഥി എക്കണോമിക്സിന് ചലഞ്ചിങ് ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവനെ ചിലപ്പോൾ തെറ്റിക്കും. സോ ഈഗോ മാറ്റി വെച്ചിട്ട് മാത്രം എക്സാം ഹോൾ നിങ്ങൾ കാലെടുത്ത് വെക്കുക. കാര്യം നിങ്ങളെക്കാൾ വലുതാണ് ആ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ. കാര്യം അത് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല വിവരമുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ ആ ഈഗോയെ ചൂഷണം ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പൊ ഈഗോ മാറ്റി വെച്ച് തന്നെ എക്സാം ഹോളിലേക്ക് കയറണം. ഇത് നമ്മുടെ ലാസ്റ്റ് തിങ്, അവസാനമായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. ഡിഗ്രി ലെവൽ എക്സാംസ് മെയിൻസ് ക്രാക്ക് ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെയുള്ള ക്ലാസ് നോട്ട്സ് പഠിക്കണം, ഇംഗ്ലീഷിൽ തന്നെയുള്ള ചോദ്യങ്ങൾ പരിശീലിക്കണം. മലയാളം ചോദ്യങ്ങൾ അടപടല മിസ്റ്റേക്ക് ആയിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് ആണ് കണ്ടത്, മലയാളം ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ്റ്റേക്ക് ആണ്. ഇംഗ്ലീഷ് ചോദ്യം വായിച്ചു പോയിട്ടുള്ള ആൾക്കാർക്ക് നെഗറ്റീവ് അടിച്ചിട്ടില്ല. കാര്യം കറക്റ്റ്, കാര്യം മലയാളം ട്രാൻസ്ലേഷൻ തെറ്റുണ്ട്. ആ തെറ്റ് നോക്കി നമ്മൾ ഉത്തരം കണ്ടെത്തി ഉത്തരം തെറ്റ്, നെഗറ്റീവ് അടിക്കും. അപ്പൊ ഈ ഒരു കാര്യം, ഇപ്പൊ ഞങ്ങളുടെ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ പച്ച മലയാളത്തിൽ പഠിപ്പിക്കും. ഇംഗ്ലീഷ് നോട്ട്സ് വെച്ച്, ഇംഗ്ലീഷ് ചോദ്യങ്ങൾ വെച്ച് പച്ച മലയാളത്തിൽ പഠിപ്പിക്കും. അതാവുമ്പോൾ കുട്ടികൾക്ക് മലയാളം മീഡിയത്തിൽ പഠിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ പോലും യഥാർത്ഥ എക്സാമിന് ഇംഗ്ലീഷിലെ ചോദ്യം വായിച്ച് മനസ്സിലാക്കാനുള്ള സ്കില്ല് വരും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരിക്കലും മലയാളം ട്രാൻസ്ലേഷൻ ഡിഗ്രി ലെവൽ പരീക്ഷയിൽ നിങ്ങൾ യൂസ് ചെയ്യരുത്. സോ ഞങ്ങൾക്ക് 10th +2 ലെവൽ ബാച്ചുകളുണ്ട്. അവിടെ മലയാളത്തിലാണ് ക്ലാസ്സസ്, മലയാളത്തിലാണ് ക്ലാസ് നോട്ട്സ്, മലയാളത്തിലാണ് മോക്ക് ടെസ്റ്റ്, എല്ലാം മലയാളത്തിലാണ്. പക്ഷെ ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം മലയാളത്തിലാണെങ്കിലും നിങ്ങൾക്ക് പരിശീലനം തരുന്നത് ഇംഗ്ലീഷ് നോട്ട്സ് വായിച്ച് മനസ്സിലാക്കാനും ഇത് ഈസി പണിയാണ്, വളരെ ഈസിയാണ്. നിങ്ങളുടെ ഒരു മെന്റൽ ബ്ലോക്ക് അങ്ങ് മാറ്റിയാൽ മതി. ഇംഗ്ലീഷ് ചോദ്യം വായിച്ച് പ്രാക്ടീസ് ചെയ്യാനായിരിക്കും. ഇതല്ലെങ്കിൽ നിങ്ങൾ
വലിയൊരു പ്രതിസന്ധിയിലാണ്. നിങ്ങൾ മലയാളം ക്വസ്റ്റ്യൻസേ വായിക്കുള്ളൂ എന്നുള്ള വാശിയിലാണ് പോകുന്നതെങ്കിൽ മൊത്തം മിസ്റ്റേക്സ് ആയിരിക്കും. നമുക്ക് ഇഷ്ടം പോലെ നെഗറ്റീവ്സ് വരും. ഇംഗ്ലീഷിൽ തന്നെ ചോദ്യങ്ങൾ വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇത് എളുപ്പമാണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് കറക്റ്റ് ചെയ്താൽ സെറ്റാണ്. ഇപ്പം ഞങ്ങളുടെ ബാച്ചിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് തുടക്കത്തിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ ഒരാഴ്ച കഴിയുമ്പോഴത്തേ ഈസി ആയി തുടങ്ങും. രണ്ടാഴ്ച കഴിയുമ്പോഴത്തേ അവർ ഇംഗ്ലീഷിൽ മതി കാര്യങ്ങൾ. കാരണം ഇംഗ്ലീഷിലാണ് ചോദ്യം വായിച്ച് മനസ്സിലാക്കാൻ എളുപ്പം. എലിമിനേഷൻ ടെക്നിക്സ് ഏറ്റവും വർക്കൗട്ട് ചെയ്യുന്ന ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴാണ്. അപ്പോൾ പെതുക്കെ മാറി മാറി വരാൻ പറ്റും. അപ്പോൾ അത് ഒരിക്കലും നിങ്ങൾ മലയാളത്തിൽ ഡിഗ്രി ലെവൽ മെയിൻസിന്, ഡിഗ്രി ലെവൽ പരീക്ഷകൾ നിങ്ങൾ തയ്യാറെടുക്കരുത്. ഇംഗ്ലീഷ് തയ്യാറെടുക്കുന്ന എളുപ്പമാണ്. അപ്പോൾ ഇത്രയാണ് 9 കാര്യങ്ങളായിരിക്കും നിങ്ങളെടുത്ത് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ സ്ട്രോങ് ആയിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾ ഓരോരുത്തരും ഇതിനെ പേടിച്ചും ഭയന്നുമല്ല എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. നിങ്ങളാണ് എക്സാമിന്റെ കട്ട് ഓഫ് നിശ്ചയിക്കുന്ന ഫാക്ടർ, അല്ലെങ്കിൽ നിങ്ങളാണ് എക്സാമിൽ കോമ്പറ്റീഷൻ പുഷ് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങളാണ് ടോപ്പ് റാങ്കിലേക്ക് വരുന്ന ആൾക്കാർ. ഈ ഒരു കാര്യം മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അൺബീറ്റബിൾ ആയിരിക്കും, ടോപ്പ് റാങ്കിൽ ഉണ്ടായിരിക്കും. കാര്യം ഭയങ്കര വലിയ ബുദ്ധിജീവികളല്ല ഈ എക്സാം ക്രാക്ക് ചെയ്യുന്നത്. കറക്റ്റ് ആറ്റിറ്റ്യൂഡും മൈൻഡ് സെറ്റും ഉള്ള ആൾക്കാരാണ്. കറക്റ്റ് പ്രസൻസ് ഓഫ് മൈൻഡ്സും കോൺഫിഡൻസും ഉള്ള ആൾക്കാരാണ്. അപ്പം നിങ്ങൾ ആ ഒരു വ്യക്തിയാവാൻ മാത്രം ശ്രമിച്ചാൽ മതി. ഞങ്ങളുടെ കട്ടയ്ക്ക് നിങ്ങളോടുണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട.